ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ പ്രീവിയസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കാണാം. ഇത് പാർട്ട് 3 ആണ്. Question number 21. What will be the output of the following program? ഒരു C program തന്നിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തെന്നാണ്. ആദ്യം ഹെഡർ ഫയൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h. അപ്പം stdio.h അതായത് stdio അത് എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ മെയിൻ ഓഫ് ഫംഗ്ഷനകത്ത് ഒരു എക്സ്പ്രഷൻ ഇനിഷ്യലൈസ് ചെയ്യാണ്. ഇന്റീജർ ടൈപ്പ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ a is equal to 5b into 3 modulo 6 minus 8 plus 3 എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു സിന്റാക്സ് എറർ കാണും. കാരണം വേരിയബിൾ ഒരിക്കലും നമുക്ക് എക്സ്പ്രഷനുള്ളിൽ സി പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഉപയോഗിക്കും. ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു സിന്റാക്സ് എറർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഓപ്ഷൻ ആൻസർ തന്നിരിക്കുന്നതിന്റെ പേരിൽ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിപ്പോ എന്താണ് അവിടെ വാല്യൂ ഇല്ല, ബി ഇല്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്ട് ഇടയിൽ എവിടെയെങ്കിലും വരാണെങ്കിൽ അത് ഉറപ്പായിട്ടും സിന്റാക്സ് എറർ ആണ്. അപ്പം ഇവിടെ ഇപ്പം ഈ ബി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മള് ഓപ്പറേറ്റർ പ്രസിഡൻസ് അനുസരിച്ച് ചെയ്യും. ഓപ്പറേറ്റർ പ്രസിഡൻസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് അനുസരിച്ച് എപ്പോഴും നമ്മൾ എന്താണ് ഇൻഡു ഫംഗ്ഷൻ ആണ് ആദ്യം ചെയ്യുക. ഇൻഡു ഫംഗ്ഷൻ ശേഷം എന്താണ് മോഡുലോ ഉണ്ടെങ്കിൽ മോഡുലോ ചെയ്യും. മോഡുലോയ്ക്ക് ശേഷം പ്ലസ് അഡിഷൻ പിന്നെ സബ്ട്രാക്ട്. ഈ ഒരു ഫോർമുല ആയിരിക്കും ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് വാല്യൂ ഇട്ട് നോക്കാം. അപ്പം എക്സ്പ്രഷനിൽ 5ന്റെ ഇടയ്ക്ക് ഇൻറ്റു ഉണ്ടായിരുന്നു. അതായത് 5b എന്നല്ലാതെ 5 into b എന്നാണെങ്കിൽ എങ്ങനെയാണ് 5 into b to 3 modulo 6 minus 8 plus 3 ഇങ്ങനെ ഒരു ഫോർമുല ആയിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഗതിയിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ പ്രസിഡൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം. 5ന് നമുക്ക് ഇപ്പം ബിക്ക് നമുക്ക് 0 എന്ന് കൊടുക്കാം. അപ്പൊ ബി ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ബി ഈസ് ഈക്വൽ ടു 0. ബി 0 എന്നാണെങ്കിൽ എങ്ങനെ എഴുതാം, ഈ ഒരു ടൈം ഫുള്ള് 0 ആയി പോയിട്ട് 3 modulo 6. 3 modulo 6 എത്രയാണ്? 3 modulo 6 a is equal to ആണ്. a is equal to ആണ് 5 into b into 3. അത് ബിക്ക് സി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം 0 ആയി പോയിട്ട് 3 modulo 6. 3 modulo 6 അടുത്ത ചേട്ടൻ്റെ മോഡുലോ ആണ്. മൈനസ് 8 പ്ലസ് 3. അപ്പൊ 3 modulo 6 എത്ര ആയിരിക്കും? 3 modulo 6 3 ആയിരിക്കും. 3 modulo 6 3 ആയിരിക്കും. മൈനസ് 8 പ്ലസ് 3. ഓക്കെ. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്താണ് ആൻസർ? പിന്നെ ചെയ്യേണ്ട അഡിഷൻ ആണ്. അഡിഷൻ ആകുമ്പോൾ എത്രയാണ്? 8 പ്ലസ് 3 എത്രയാണ്? 11 ആണ്. 11ൽ നിന്നും സോറി -8 പ്ലസ് 3 ആണ്. -8 പ്ലസ് 3 നമുക്ക് ആൻസർ എത്രയാണ് വരിക? -8 പ്ലസ് 3 എന്ന് പറയുമ്പോഴത്തേക്കും -5 ആയിരിക്കും വരിക. സോറി 11 അല്ല, -5 ആയിരിക്കും വരിക. -5 ആയിരിക്കും വരിക. അപ്പം 3 - 5 നമുക്ക് -2 വരും. -2. അപ്പം ഓപ്ഷനില് എന്താണ്? ഓപ്ഷനിൽ സി ആണ് തന്നിരിക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ -2 നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് കൊടുക്കുവാണെങ്കിൽ. പക്ഷെ ഇത് ഉറപ്പായിട്ടും ഇതൊരു സിന്റാക്സ് എറർ ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ സിന്റാക്സ് എറർ ഉണ്ടോ നോക്കുക, പിന്നെ ഓപ്പറേറ്റർ പ്രസിഡൻസ് നോക്കുക, അതിനുശേഷം നമുക്ക് ആൻസറിലോട്ട് എത്താം. Question number 22. Information on the basic system configuration is stored in
ബയോസ്, CMOS, കോൺഫിഡന്റ് ഔട്ട് സിസ്റ്റം, റോം. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, CMOS ആണ്. കാരണം ബയോസ് എന്ന് വെച്ചാൽ എന്താണ്? ബയോസ് എന്ന് വെച്ചാല് ഫുൾ ഫോം മെയിൻ ആയിട്ട് നോക്കി വെക്കണം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് ബയോസിൻ്റെത്. അപ്പോ എന്താണ്? കമ്പ്യൂട്ടർ ഓൺ ചെയ്യണ സമയത്ത് എന്താണ് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേംവെയർ, ആ ഫേംവെയറിനെയാണ് നമ്മൾ ബയോസ് എന്ന് പറയുന്നത്. അതായത് സാധാരണയായിട്ട് എന്താണ് മദർ ബോർഡില് മദർ ബോർഡിൽ റോം ഉണ്ടല്ലോ, റോമിലെ ചിപ്പിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ബയോസ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞുതരാം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹാർഡ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫേംവെയർ ആണ് ബയോസ്. ഇത് സാധാരണയായിട്ട് മദർ ബോർഡിനുള്ളിലുള്ള റോമിൽ ഒരു ചിപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇത് CMOS, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ്. അതായത് സിസ്റ്റത്തിലെ ഡേറ്റ്, ടൈം, അങ്ങനത്തെ ഉള്ള ഹാർഡ്വെയർ കോൺഫിഗറേഷൻ, അതിന്റെയൊക്കെ സെറ്റിങ്സ് എന്താണ് അതുപോലുള്ള അടിസ്ഥാന വിവരങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഇത് എന്തുപയോഗിച്ചിട്ടാണ്? ബാറ്ററി ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു റാം ആണ്. ഒരുതരം റാം മെമ്മറി ആണ് CMOS. അതായത് കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാലും ഈ സെറ്റിംഗ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബാറ്ററി സഹായിക്കും. അടുത്ത് കോൺഫിഗ് ഡോട്ട് സിസ്റ്റം, അതായത് ഒരു പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഡോസ് എന്ന് പറയുന്ന ഒരു പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇത് ബൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഡ്രൈവറുകൾ ഇത് ബൂട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ഡ്രൈവേഴ്സിൽ ആ ഡ്രൈവേഴ്സ് എന്താണ് ലോഡ് ചെയ്യുന്നതിനും ഈ സിസ്റ്റം ക്രമീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ കോൺഫിഗറേഷൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഫയലാണിത്. ഓക്കെ. അടുത്ത റോം എന്ന് വെച്ചാൽ നമുക്കറിയാം കമ്പ്യൂട്ടർ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഡാറ്റ ഒക്കെ എഴുതി വെക്കുന്ന ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയാണ് റോം. ഇത് എന്താണ് റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പൊ ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ വന്നിട്ട് എന്താണ്? ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, CMOS ആണ്. CMOS എന്ന് വെച്ചാൽ എന്താണ്? കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. Where do PC store CMOS settings? ഈ CMOS settings PC-യിൽ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഓപ്ഷൻസ് റാം, ഫ്ലാഷ് റോം, സൗത്ത് ബ്രിഡ്ജ്, NVROM. ഇതിൽ റാം എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഡാറ്റ താൽക്കാലികമായിട്ട്, അതായത് ടെമ്പററി ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു ഓൾടൈൽ മെമ്മറിയാണ്. അതായത് കറണ്ട് പോകുമ്പോഴത്തേക്കും പവർ ഓഫ് ആകുമ്പോൾ ഇതിലെ ഡാറ്റ, റാമിലെ ഡാറ്റ നഷ്ടപ്പെടും. അപ്പൊ അടുത്ത് ഫ്ലാഷ് റോം എന്ന് വെച്ചാൽ ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് ഈ ഒരു ബയോസ് പ്രോഗ്രാം ഒക്കെ ഈ ഒരു ഫ്ലാഷ് റോമിലാണ് സൂക്ഷിക്കുന്നത്. അടുത്ത് സൗത്ത് ബ്രിഡ്ജ് ആണ്. സൗത്ത് ബ്രിഡ്ജ് എന്ന് വെച്ചാല് കമ്പ്യൂട്ടറിൽ മദർ ബോർഡ് ഉണ്ടല്ലോ, ആ മദർ ബോർഡിൽ ഒരു ചിപ്പ് സെറ്റിനെയാണ് നമ്മൾ സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഹാർഡ് ഡിസ്കിലും USB-യിലും പിന്നെ അങ്ങനെ പോലുള്ള ഇതിലൊക്കെ അങ്ങനത്തെ സ്ലോ ആയിട്ടുള്ള പെരിഫറൽ ഡിവൈസസിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ടാണ് ഈ ഒരു സൗത്ത് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അടുത്ത NVRM എന്ന് വെച്ചാൽ നോൺ വോളറ്റൈൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇത് പവർ ഇല്ലാതെ, അതായത് ഇലക്ട്രിസിറ്റി ഇല്ല എങ്കിലും അല്ലെങ്കിൽ പവർ ഇല്ലാത്ത തന്നെ ഡാറ്റ നിലനിർത്താൻ കഴിയുന്ന ഒരു തരം റാം ആണ്. CMOS യഥാർത്ഥത്തിൽ എന്താണ്? ഒരു നോൺ വോളറ്റൈൽ റാം മെമ്മറിയാണ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്. അതായത് CMOS സെറ്റിംഗ്സ് ഒക്കെ സാധാരണയായിട്ട് ഫ്ലാഷ് റോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഹൗ ക്യാൻ യു റിമൂവ് എ CMOS പാസ്വേഡ്? എങ്ങനെയാണ് ഒരു CMOS പാസ്വേഡ് റിമൂവ് ചെയ്യുന്നതാണ് ഓപ്ഷൻസ്. ഫ്ലാഷ് ദ ബയോസ് എന്ന് വെച്ചാൽ ബയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ പാസ്വേഡ് നമുക്ക് അത് എന്താണ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമല്ല. ഫ്ലാഷ് ദ ബയോസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. അത് ചേഞ്ച് ദ സിസ്റ്റം ക്ലോക്ക് ടു എന്താണ് 0000, അതായത് ഡാറ്റ്, മന്ത്, ഇയർ, ആ ഒരു ഇതില് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തീയതി മാറ്റുന്നത് എന്താണ്? പാസ്വേഡിനെ ബാധിക്കണതല്ല. സിസ്റ്റം ക്ലോക്കിൽ ഡേറ്റ് മാറ്റണയാണ്. അപ്പോഴത്തേക്കും അത് പാസ്വേഡിനെ ബാധിക്കില്ല. അടുത്ത് സെൻഡ് ഇറ്റ് ബാക്ക് ടു ഫാക്ടറി, അതായത് ഇത് സാധാരണയായിട്ട് എന്താണ് യൂസറിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഫാക്ടറി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അടുത്ത് റിമൂവ് ജമ്പർ ഓൺ ദ മദർ ബോർഡ്,
അതായത് മദർ ബോർഡിന്റെ ജമ്പർ ചേഞ്ച് ആക്കുകയോ അല്ലെങ്കിൽ സിമോസിലെ ബാറ്ററി ഊരി മാറ്റുകയോ ചെയ്യുന്ന വഴി നമുക്ക് എന്താണ് സിമോസ് സെറ്റിംഗ്സിന്റെ ഫാക്ടറി ഡിഫോൾട്ട് ചെയ്യാനും അതിനെ റീസെറ്റ് ചെയ്യാനും അതുവഴി പാസ്വേഡ് നീക്കം ചെയ്യാനും സാധിക്കും. അപ്പം ആൻസർ ഡി ആണ്. അപ്പൊ എങ്ങനെയാണ് സിമോസിലെ പാസ്വേഡ് ചേഞ്ച് ആക്കണേന്ന് വെച്ചാല് റിമൂവ് ജമ്പർ ഓൺ ദ മദർ ബോർഡ്, അതായത് മദർ ബോർഡിലെ ജമ്പർ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ സിമോസിന്റെ ബാറ്ററി ഊരി മാറ്റുകയോ ഒക്കെ ചെയ്യുന്നത് വഴി എന്താണ് സിമോസ് സെക്ടറിനെ ഫാക്ടറി ഡിഫോൾട്ടിലോട്ട് കൊണ്ടുപോയി അതിനെ റീസെറ്റ് ചെയ്യാനും അതുവഴി പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും കഴിയും. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെക്സ് ഓൾ ദ ഫോളോയിങ് എക്സെപ്റ്റ് എന്തിന്റെ ഇതിലാണ് വരുന്നത്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഇതിൽ ഏതിലാണ് ബാധകമല്ലാത്തെന്നാണ് ചോദിക്കുന്നത്. CPU എന്തായാലും പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെയ്യും, ബയോസ് ലോഡ് ചെയ്യണ സമയത്ത് ചെയ്യും. മെമ്മറി അങ്ങനെയാണ്. പിന്നെ വരുന്നത് മോഡമാണ്, വീഡിയോയിലും ചെയ്യും. മോഡം എന്താണെന്ന് വെച്ചാല് ആദ്യം എന്താണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് നോക്കുക. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യണ സമയത്ത് ബയോസ് എന്താണ് സ്വയം നടത്തുന്ന ഒരു ടെസ്റ്റ് ആണിത്. അതായത് CPU, നമ്മളെ റാം, അതുപോലെ വീഡിയോ കാർഡ്, കീബോർഡ്, സ്റ്റോറേജ് ഡിവൈസസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ളത് ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അപ്പം CPU അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്, മെമ്മറി പ്രവർത്തിക്കുന്നോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഈ വീഡിയോ കാർഡൊക്കെ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതിൽ ആവശ്യമില്ലാത്തത് മോഡമാണ്. ഇത് മോഡം സാധാരണയായിട്ട് ഈ ഒരു പവർ ഓൺ സെൽഫ് ടെസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല. അത് കാരണം എന്താണ്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മോഡം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. Which of the following is a special database that holds key information about your system including the device? അതായത് നമ്മളെ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻസ്, വിവരങ്ങള്, അതുപോലെ തന്നെ എന്താണ് ഡിവൈസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഡ്രൈവേഴ്സ് ഇല്ലേ, ആ ഡിവൈസ് ഡ്രൈവേഴ്സിനെയൊക്കെ ഒരു ഡാറ്റാബേസ് ഒരു പ്രത്യേക ഇതിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്, സൂക്ഷിക്കുന്നത്. അപ്പം അത് ഏതാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പൊ അത് ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം. boot.in, അതായത് നമ്മളെ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ പഴയ സിസ്റ്റങ്ങളിൽ ബൂട്ട് ഓപ്ഷനിൽ സൂക്ഷിച്ചിരുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണിത്. അടുത്ത config.elsys, അതായത് MS-DOS, നമ്മൾ ഉപയോഗിക്കുന്ന MS-DOS ആ ഒരു കാലഘട്ടത്തിൽ സിസ്റ്റം കോൺഫിഗറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയലാണ് configuration.sys. സിസ്റ്റം ഇൻ INI, അതായത് വിൻഡോസ് 3ലും 9ലും ഒക്കെ ആ ഒരു വേർഷൻസിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കോൺഫിഗറേഷൻ ഫയലാണ്. അടുത്ത രജിസ്ട്രി എന്ന് വെച്ചാല് എന്താണ് INI ഫയലുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ്. അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സും അതേപോലെ ആപ്ലിക്കേഷൻ കോൺഫിഗറേഷനും ഒക്കെ വേണ്ടിയിട്ട് ഡിവൈസ് ഡ്രൈവറിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ എന്താണ് ഒരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്നതിനെയാണ് വിൻഡോസ് രജിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രജിസ്ട്രി ആണ് ആൻസർ. ഓപ്ഷൻ ഡി രജിസ്റ്റർ ആണ്. രജിസ്റ്ററിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഡ്രൈവേഴ്സിന്റെയും ഒക്കെ ഡാറ്റാബേസ്, ഡിവൈസ് ഡ്രൈവറിന്റെ ഒക്കെ ഡാറ്റാബേസും സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് രജിസ്റ്ററിലാണ്. IDE cables have how many pins? IDE കേബിളുകളിൽ എത്ര പിൻ ഉണ്ടെന്നാണ്. സാധാരണ IDE പാറ്റ പോലെ ഒക്കെ ഉള്ള റിബൺ കേബിൾസിൽ 40 പിന്നാണുള്ളത്. അതായത് വേഗതയേറിയതുണ്ട്, വേഗതയേറിയ ഈ അൾട്രാ DMA എന്നൊക്കെ പറയണ മോഡിനെയൊക്കെ സ്കൂളിലൊക്കെ ഉപയോഗിക്കണ കേബിളുകൾക്ക് 80 വരെ പിന്നുകൾ ഉപയോഗിക്കും. പക്ഷെ മറ്റു പിന്നുകൾക്ക് സാധാരണയായിട്ട് IDE ഉപയോഗിക്കുന്നത് 40 ആണ്, 40 ആണ്. അപ്പം ആൻസർ സി ആണ്, 40 ആണ് ആൻസർ. അതായത് IDE കേബിളിൽ ഉപയോഗിക്കുന്ന പിന്നെ 40 ആണ്. വിച്ച് കൺട്രോളർ സപ്പോർട്ട് ആൻഡ് എക്സ്റ്റേണൽ CD ഡ്രൈവർ? എക്സ്റ്റേണൽ CD ഡ്രൈവിനെ സപ്പോർട്ട് ചെയ്യണ കൺട്രോളർ ഏതെന്നാണ്.
ഇതില് ഓപ്ഷൻസിൽ ആദ്യത്തെ ESDI ആണ്. ESDI എന്ന് വെച്ചാല് ഒരു പഴയ ഹാർഡ് ഡിസ്ക് ഇന്റർഫേസ് ആണ്. അടുത്ത MFM. MFM എന്ന് വെച്ചാൽ ഒരു ഡാറ്റ എൻകോഡ് ചെയ്യണ ഒരു രീതിയാണ് MFM എന്ന് പറയുന്നത്. അടുത്ത് CSI. അത് ഹാർഡ് ഡിസ്കിലും CD ഡ്രൈവ്, സ്കാനർ പോലുള്ള ഉപകരണങ്ങളിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്ത ARLL എന്ന് വെച്ചാൽ ഒരു ഡാറ്റ എൻകോഡിംഗ് ടെക്നിക്കാണ്. അപ്പൊ ആൻസർ SCSI ആണ്. അതായത് സ്മാൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് ആണ്. സ്മാൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്. അതായത് ഇത് പെരിഫറൽ ഡിവൈസസിൽ, അതായത് എക്സ്റ്റേണൽ CD ഡ്രൈവ് ഒക്കെ പോലുള്ളവയെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം വിച്ച് കൺട്രോളർ സപ്പോർട്ട് ആൻഡ് എക്സ്റ്റേണൽ CD ഡ്രൈവ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് പറയും? SCSI ആണ്. സ്മാൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് ആണ്. Which of the following describes a fragmented hard disk? Files are corrupted, clusters of data are damaged, storage media is damaged, files are not stored in consecutive clusters. ഉത്തരം എന്ന് പറയുന്നത് D ആണ്. അതായത് ഫയൽസ് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് ക്ലസ്റ്റേഴ്സ്. അതായത് ഫയലുകൾ തുടർച്ചയായിട്ടൊരു ക്ലസ്റ്ററുകളിലല്ല സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഡിസ്ക് ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുമ്പോൾ, അതായത് കമ്പ്യൂട്ടറിൽ ഫയലുകളില്ലേ, ആ ഫയലുകളുടെ പാർട്സിനെ എന്താണ് ഹാർഡ് ഡിസ്കിന്റെ വിവിധ പാർട്സിലേക്ക് ഇങ്ങനെ ചിതറിക്കിടക്കണ ഒരു അവസ്ഥയാണ് ഡിസ്ക് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഫയലുകൾ ഡിലീറ്റ് ആക്കി അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഈ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ പുതിയ ഡാറ്റ തുടർച്ചയായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ കഴിയാതെ വരും. അപ്പോഴാണ് ഈ ഒരു ഡിസ്ക് ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കുന്നത്. അപ്പോഴേ ആൻസർ എന്താണ്? ഫയൽസ് ആർ നോട്ട് കോൺസിക്യൂട്ടീവ് ക്ലസ്റ്റേഴ്സ്. ഇതാണ് ആൻസർ. ഫയൽസ് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് ക്ലസ്റ്റേഴ്സ്. അതായത് ഉണ്ടെങ്കിൽ പോലും അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പറയുന്നത്. 60-bit address bus can generate dash addresses. എത്രയാണ് ആൻസർ? അതായത് n ബിറ്റ് അഡ്രസ് ആണെങ്കിൽ, ഒരു ബസ്സിന് n ബിറ്റ് അഡ്രസ് ആണെങ്കിൽ അതിനെ നമുക്ക് 2n എന്ന് പറയാം. അതായത് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അഡ്രസ് എന്താണ്? അഡ്രസ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 2n ആണ്. അതിനാൽ 60-bit അഡ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? 260. അതായത് എത്രയാണ്? 64 KB ആണ്. ഇതിൽ 64 KBക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ 30 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അടുത്ത പാർട്ടിൽ അടുത്ത 10 ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ഒക്കെ കമന്റ് ചെയ്യുക. താങ്ക് യു.